നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. IRGCയുടെ ഒരു വക്താവ് ഇസ്രായേലിനെ അങ്ങ് വെല്ലുവിളിച്ചു. ഞങ്ങളുടെ മിസൈൽ വ്യവസായത്തിന് ഞങ്ങൾ 100-ൽ 100 മാർക്ക് നൽകും. ഇസ്രായേലിനെ ഞെട്ടിക്കാൻ മിസൈലുകൾ ഇനിയും വരുമെന്നാണ് IRGC വക്താവ് പറഞ്ഞത്. പിന്നീട് ലോകം കേൾക്കുന്നത് IRGC വക്താവ് മുഹമ്മദ് നൈനി മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത. ഇന്ന് പുലർച്ചെയുണ്ടായ US-ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിലാണ് IRGC വക്താവ് കൊല്ലപ്പെട്ടത്. US-നും ഇസ്രായേലിനുമെതിരെ ചില മുന്നറിയിപ്പുകൾ മാധ്യമങ്ങളിൽ വന്ന് മണിക്കൂറുകൾക്കകം IRGC വക്താവ് നൈനിയുടെ തലയെടുത്തു. ഇസ്രായേലിന് കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഞങ്ങളുടെ മിസൈൽ സേന സുസജ്ജമാണെന്നും ശത്രുക്കൾക്കായി വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾ കരുതി വച്ചിട്ടുണ്ട് എന്നുമാണ് IRGC വക്താവ് പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ നൈനി കൊല്ലപ്പെടുന്നു. ഇന്നലെ വൈകുന്നേരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു, ഇറാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഞങ്ങൾ ആകാശത്ത് നിന്ന് നിരീക്ഷിക്കുന്നുണ്ട്. വ്യോമസേന ശക്തമായ ആക്രമണങ്ങൾ തുടരുന്നു. ഞങ്ങൾക്കിനി നീക്കം വേണ്ടത് കരയിലാണ്. ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലേക്കിറങ്ങിയാൽ ഞങ്ങൾ സുരക്ഷ നൽകാമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇസ്രയേലിൻ്റെ വാക്കുകൾ ശരിവെക്കുന്ന തലത്തിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്നത്. ഇറാന്റെ മിസൈൽ ഉൽപ്പാദനം യുദ്ധകാലത്തും തടസ്സമില്ലാതെ തുടരുകയാണെന്നും മിസൈൽ ശേഖരത്തിന്റെ കാര്യത്തിൽ ആശങ്കയില്ലെന്നും നേരത്തെ നൈനി വാർത്താ ഏജൻസിയായ ഫാർസിനോട് പറഞ്ഞിരുന്നു. യുദ്ധം മുറുകുന്നതോടെ ഇനി കൂടുതൽ സങ്കീർണവും തീവ്രവുമായ ആക്രമണങ്ങളിലേക്ക് തങ്ങൾ കടക്കുമെന്നാണ് നൈനി പറഞ്ഞത്. ഇന്നലെ വൈകുന്നേരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. ഇറാന്റെ പക്കൽ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള ശേഷി ഇനിയില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അതിന് മറുപടി നൽകിയതാണ് IRGC വക്താവ്. നൈനിയുടെ മരണത്തിന് പിന്നാലെ അമേരിക്കൻ സയനിസ്റ്റ് ഭീകരാക്രമണത്തിൽ തങ്ങളുടെ വക്താവ് രക്തസാക്ഷിത്വം വഹിച്ചതായി റവല്യൂഷണറി ഗാർഡ് പ്രസ്താവനയിൽ പറഞ്ഞു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഇറാന്റെ ഉന്നത സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. ഫെബ്രുവരി 28-ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയെ കൊലപ്പെടുത്തിയായിരുന്നു യുദ്ധത്തിന്റെ തുടക്കം. പിന്നാലെ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനി, പാസിജ് സേന കമാൻഡർ ഗുലാം റേസ സുലൈമാനി, അതിനു പിന്നാലെ ഇറാൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖതീബ് തുടങ്ങിയവരെ ഇസ്രായേൽ വധിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ IRGC വക്താവായ അലി മുഹമ്മദ് നൈനിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ഇറാന്റെ കമാൻഡ് ഘടന പൂർണ്ണമായി തകർന്ന നിലയിൽ. ഭരണകൂടം ആരൊക്കെയാണ് നയിക്കുന്നത് എന്നിപ്പോൾ വ്യക്തമല്ല. മൊജ്തബ ഖമനേയി ഗുരുതരമായ പരിക്കേറ്റ് ഇറാനിലോ റഷ്യയിലോ ചികിത്സയിലാണ് എന്ന അഭ്യൂഹങ്ങൾ. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില പ്രസ്താവനകൾ, അതിനു പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിശദീകരണങ്ങൾ. ഇറാനുമായുള്ള സംഘർഷത്തിൽ US-നെ രംഗത്തിറക്കിയത് ഇസ്രയേലാണ് എന്ന തലത്തിൽ അമേരിക്കയിൽ ചില വാർത്തകൾ വന്നിരുന്നു. അതിനോട് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടാൻ കഴിയുമോ എന്നാണ് നെതന്യാഹു ചോദിച്ചത്. IRGC വക്താവ് വധിക്കപ്പെടുമ്പോൾ മറുവശത്ത് വലിയ നേട്ടങ്ങളാണ് ഇസ്രായേൽ കൈവരിച്ചിരിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ ഭീകര സംഘടനയായി 6 രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാർ IRGCയെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സമ്മതിച്ചിരുന്നു. IRGCയെ ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഖ്വയ്ദ എന്നിവയ്ക്ക് സമാനമായ ഒരു വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇറാന്റെ നേതൃത്വത്തോടുള്ള യൂറോപ്പിന്റെ സമീപകാല പ്രതീകാത്മക മാറ്റം ഇത് അടയാളപ്പെടുത്തുന്നു. ഇപ്പോഴിതാ 6 രാജ്യങ്ങൾ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ തീവ്രവാദ സംഘടനയായി മുദ്രകുത്തി. ഐസ്ലാൻഡ്, മൊൾഡോവ, ബോസ്നിയ ആൻഡ് ഹെർസോഗോവിന, മോണ്ടിനെഗ്രോ, നോർത്ത് മാസിഡോണിയ എന്നീ രാജ്യങ്ങളാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിനെയും ലെബനൻ ഹിസ്ബുള്ളയെയും തീവ്രവാദ ഗ്രൂപ്പുകളായി പ്രഖ്യാപിക്കാൻ സഖ്യകക്ഷികളോട് നേരത്തെ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായി തുടരുന്ന കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ വക്താവ് ജനറൽ അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടതോടെ തികഞ്ഞ അനിശ്ചിതാവസ്ഥയാണ് ഇപ്പോൾ IRGCയിൽ. ഇറാനിലെ ജനങ്ങൾ പേർഷ്യൻ പുതുവത്സരമായ നൗറൂസ് ആഘോഷിക്കുന്നതിനിടയിലായിരുന്നു കനത്ത ആക്രമണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വെല്ലുവിളിക്കുന്നവർക്ക് കാത്തിരിക്കുന്നത് ഇത്തരം സമ്മാനങ്ങളാണ് എന്ന് ഇസ്രായേൽ തുടർന്ന് വ്യക്തമാക്കി. ഇറാൻ നൂർ നഗരത്തിലെ ഇറാനിയൻ ഭരണകൂട കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചു എന്ന് IDF വ്യക്തമാക്കുന്നു. ടെഹ്റാന്റെ വടക്ക് കിഴക്കാണ് നൂർ സ്ഥിതി ചെയ്യുന്നത്. തങ്ങളുടെ വക്താവ് കൂടി കൊല്ലപ്പെട്ടതോടെ IRGC
തങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ അതിരൂക്ഷമായ ആക്രമണങ്ങൾക്കാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇസ്രായേലിന് നേരെ അവർ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണ രക്ഷയുമായി ഇസ്രായേലിന്. ജെറുസലേമിൽ ലക്ഷ്യം വെച്ചാണ് കൂടുതൽ ആക്രമണങ്ങൾക്ക് ഇറാൻ മുതിർന്നത്. എന്നാൽ ഇറാന്റെ ആക്രമണങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ദുർബലമാകുമെന്ന് ഇസ്രായേൽ പറയുന്നു. യുദ്ധത്തിനിടയിൽ ഹോർമുസ് കടലിടുക്കിനെ പണം വാരാവുന്ന മേഖലയാക്കുകയാണ് IRGC. ഹോർമുസ് വഴി കപ്പലുകളുടെ സഞ്ചാരം തടഞ്ഞ ഇറാൻ ഇപ്പോൾ വലിയ തോതിൽ പണം പിരിവ് തുടങ്ങി. ഇത് യുദ്ധമുഖത്ത് പുതിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നു. ഹോർമുസിൽ ഇറാന്റെ മേൽക്കൈ അവസാനിപ്പിക്കാൻ സഖ്യകക്ഷികളുടെ സഹായം നേരത്തെ ട്രംപ് തേടിയിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ സഖ്യകക്ഷികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സഹായഹസ്തവുമായി മുന്നോട്ട് വന്നില്ല. ജപ്പാൻ ഉൾപ്പെടെ ചില രാജ്യങ്ങൾ ട്രംപിന് ഇതിനിടയിൽ സഹായ വാഗ്ദാനം നൽകി. ചില യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ട്രംപിന് പിന്തുണ അറിയിച്ചു. കൂടുതൽ രാജ്യങ്ങൾ എത്തുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഇതിനിടയിലാണ് ഇറാന്റെ പണപ്പിരിവ്. ഹോർമുസ് വഴി കടന്നുപോകേണ്ട കപ്പലുകൾ ആദ്യം ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ അനുമതി തേടണം. തുടർന്നാണ് IRGC ഫീസ് ഈടാക്കുക. ഒരു കപ്പൽ കടന്നുപോകാൻ $2 മില്യൺ ഇറാന് നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇതേതാണ്ട് 18 കോടി ഇന്ത്യൻ രൂപ വരും. എങ്ങനെയാണ് ഈ പണം ഇറാന് കൈമാറാൻ കഴിയുക എന്നത് വ്യക്തമല്ല. ആഗോള ഉപരോധം നേരിടുന്ന ഇറാനെ സംബന്ധിച്ച് പണം ഡോളറിൽ സ്വീകരിക്കുക എളുപ്പവുമല്ല. ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് കൂടുതൽ ശക്തമായ സമ്മർദ്ദങ്ങൾക്ക് ഇറാൻ മുതിർന്നതോടെ നേരത്തെ പുറപ്പെട്ട അമേരിക്കയുടെ ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പലിന്റെ വേഗത വർദ്ധിപ്പിച്ചു. 2000-ലധികം മറീൻ സൈനികരെ വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ട്രിപ്പോളിയാണ് ഇപ്പോൾ ആ ഭാഗത്തേക്ക് കുതിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപം ഇറാനുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ മേഖലയിൽ കൂടുതൽ സുരക്ഷ ഒരുക്കുകയാണ് ഈ മറീനുകളുടെ ലക്ഷ്യം. കടലിലും കരയിലും ഒരുപോലെ യുദ്ധം ചെയ്യാൻ സജ്ജരാക്കിയിട്ടുള്ള മറീനുകളെയാണ് എത്രയും പെട്ടെന്ന് അമേരിക്ക മേഖലയിലേക്ക് വിന്യസിക്കാൻ ശ്രമിക്കുന്നത്. ജപ്പാനിലെ ഓക്കിനാവ ആസ്ഥാനമായുള്ള 31ാമത് മറൈൻ എക്സ്പെഡിഷറി യൂണിറ്റിലെ ഏകദേശം 2200 സൈനികരാണ് ഇപ്പോൾ കപ്പലിലുള്ളത്. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്ത് നിന്നും ഒരേപോലെ ആക്രമണം നടത്താൻ ശേഷിയുള്ള യൂണിറ്റുകളാണ് ഇപ്പോൾ കുതിക്കുന്നത്. പകരത്തിന് പകരം അതാണ് പലപ്പോഴും ഇസ്രായേലിന്റെ ശൈലി. ഇപ്പോൾ ലോകത്തിന് അത്ഭുതമാകുന്നതും അതുകൊണ്ട് തന്നെ. ഇസ്രായേലിന് നേർക്ക് ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ ആ ചൂണ്ടുവിരൽ മടക്കുന്നതിന് മുൻപ് അവരുടെ തലകൊയ്യുന്ന ആക്രമണ ശൈലി ഇസ്രായേൽ പുറത്തെടുത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.